ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചെറിയൊരു മാജിക് ട്രിക്ക് പഠിക്കാം. ആജിക്കല് എല്ലായിടത്തും മാജിക്കും മെൻ്റലിസും അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒരു മാജിക്ക് കാണിക്കാം, അതിനുശേഷം നമുക്ക് ആ മാജിക്ക് പഠിക്കാം. ഓക്കെ, എന്നാൽ പിന്നെ പോയാലോ, വാ. ശരി, ഫസ്റ്റ് നമുക്ക് ഈ മാജിക് കാണിക്കാൻ വേണ്ടി ഒരു സെറ്റ് കാർഡ് വേണം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് കാർഡുണ്ട്. എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള കാർഡാണ്. ഞാൻ നിങ്ങളെ ഒരു വട്ടം കാണിക്കാതെ കാർഡ്സ് എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സാണ്. ഓക്കെ, ഈ കാർഡ്സ് വെച്ചാണ് നമ്മൾ മാജിക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ശരി, ഇപ്പോൾ അതിന് ഫസ്റ്റ് നമുക്കൊന്ന് ഷഫിൾ ചെയ്യാം. നന്നായിട്ട് ഒന്ന് ഷഫിൾ ചെയ്യാം. ഓക്കെ, ഷഫിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി കാർഡ്സിനെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാം. ഇതിൽ ഇഷ്ടപ്പെട്ടൊരു കാർഡ്സ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി ഒരു കാർഡ് ചൂസ് ചെയ്യാം. ഈ കാർഡാണ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് നോക്കിയോ. ശരി, ഈ കാർഡിനെ നമ്മൾ കാർഡ്സിൻ്റെ ഉള്ളിലിട്ടു കഴിഞ്ഞപ്പോൾ ഇതിൽ ഏത് കാർഡ്സാണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിനെ ഷഫിൾ ചെയ്യാം. നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തു. ഇപ്പം കാർഡ്സ് എവിടെയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ മാജിക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ 2 കാർഡ്സ് ഹെൽപ്പിന് വേണ്ടി എടുക്കുന്നു. ഫസ്റ്റ് കാർഡ് ഏറ്റവും ബാക്കിലിരിക്കുന്ന ഈ കാർഡ്, നമ്പർ കെ. സെക്കൻഡ് കാർഡ് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന നമ്പർ 3. ഓക്കെ, ഇനി ഈ 2 കാർഡ് വെച്ചാണ് നമ്മൾ ഈ ആദ്യം വന്ന കാർഡിനെ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ശരി, അപ്പോൾ ഫസ്റ്റ് ബാക്കിലിരിക്കുന്ന കാർഡിനെ എടുത്തു, കാർഡിൻ്റെ പിറകിൽ തള്ളി. ഓക്കെ, നെക്സ്റ്റ് കാർഡിനെ എടുത്തു, സെയിം 2 കാർഡിൻ്റെ പിറകിൽ വെച്ചു. ഓക്കെ, ഇനിയാണ് നമുക്കിവിടെ മാജിക്ക് സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ വെളിയിൽ കണ്ട കാർഡിനെ എടുക്കുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ശരി, വാ. ഇതാണ് നിങ്ങൾ കണ്ട കാർഡ്. ഓക്കെ, അപ്പം മാജിക് സക്സസ്. എന്നാൽ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, പഠിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇതേപോലൊരു സെറ്റ് കാർഡ്. ഈ കാർഡിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷഫിൾ ചെയ്യാം. നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്യാം. ഷഫിൾ ചെയ്തതിനു ശേഷം എല്ലാവരെയും ഓഡിയൻസിനെ ഒരു വട്ടം കാണിച്ചല്ലോ. എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സാണ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞത്, ഏതെങ്കിലും ഒരു കാർഡിനെ ചൂസ് ചെയ്യാൻ വേണ്ടി. ശരി, ഓക്കെ, ഏതെങ്കിലും ഒരു കാർഡിനെ ചൂസ് ചെയ്യാം. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് നമ്പർ 10. ഓക്കെ, ഈ നമ്പർ 10 നമ്മൾ ഉയർത്തി കാണിക്കുന്ന സമയത്ത് ഈ കാർഡ്സിൻ്റെ പുറകിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, ഈ കാർഡ്സിനെ ചെറുതായിട്ടൊന്ന് തിരിക്കുക, ഇവിടെ ഒരു ഫോൾഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഈ കാർഡ്സിനെ മനസ്സിലാവണോ? ഈ കാർഡിനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കാർഡ്സിനെ ഇങ്ങനെ കിട്ടും, ചെറിയ രീതിയിലൊരു ഫോൾഡിങ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കാർഡ്സ് ഇങ്ങനെ ഇതിൽ ഉള്ളിൽ തന്നെ വെക്കുക. ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓഡിയൻസിനോട് പറയും, ഞാൻ ഇതിന് വേണ്ടി 2 കാർഡ് എടുക്കുകയാണ്. ഹെൽപ്പിന് വേണ്ടി ഒരു കാർഡ്, ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, ബാക്കിലത്തെ കാർഡ്. ഓക്കെ, ഈ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ബാക്കിലത്തെ കാർഡ് എടുക്കുക. ഈ ഗ്യാപ്പുള്ള ഭാഗത്ത് അകത്ത് കയറ്റുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് കാർഡ് എടുക്കുക. സെക്കൻഡ് ഗ്യാപ്പ്, മനസ്സിലായോ? സെക്കൻഡ് ഗ്യാപ്പുള്ളടുത്ത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ മുകളിലോട്ട് അപ്പ് ചെയ്യുമ്പോൾ ഈ 2 കാർഡും ഗ്യാപ്പിൽ വെച്ച് നമ്മൾ ഫസ്റ്റ് കാർഡുണ്ടല്ലോ, ആ കാർഡിനെ മേലോട്ട് ഉയർത്തും. 10.
ആക്ച്വലി ഇത് മേലെ എടുക്കരുത്. സക്സസ് ആയതിനു ശേഷം മേലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോൾഡിങ് കിട്ടും. ഫോൾഡിങ് മനസ്സിലാവും. ഇതാണ് ഈ മാജിക്കിൻ്റെ ട്രിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത മാജിക്